ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 83/2025 സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അതിനകത്ത് ആ ചോദ്യപേപ്പറിനകത്ത് മാത്സ് പാഠ്യത ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മാത്സ് പാഠ്യന്ന് മൊത്തത്തിൽ 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ -5 ഈസ് ഡിവൈഡഡ് ബൈ 4. -5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള ശിഷ്ടം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സി നെഗറ്റീവ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. സോ -5 ഡിവൈഡ് ബൈ 4 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കാം. -5ന്റെ അബ്സല്യൂട്ട് വാല്യൂ അതായത് എക്സാക്ട് മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ 4 എന്ന് ചെയ്ത റിമൈൻഡർ എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 1 വരും. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 വരും. ഓക്കെ, കറക്റ്റ്. റിമൈൻഡർ എന്ന് പറയുന്നത് 1 വരും. അങ്ങനെയാണ് എങ്കിൽ ഈ -5 എന്ന് പറയുന്ന നമ്പറിനെ 4 ഇൻറ്റു -2 4 ഇൻറ്റു -2 പ്ലസ് 3 -2 പ്ലസ് 3 അപ്പൊ എന്ത് കിട്ടും? നമുക്ക് -8 പ്ലസ് 3 -5 എന്ന് കിട്ടും. അതായത് -5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാം. അങ്ങനെ നമുക്ക് വേറൊരു നമ്പർ എടുത്തു നോക്കാം. വെൻ യു ആർ ഡിവൈഡിങ് -7 ബൈ 6 എന്തായിരിക്കും റിമൈൻഡർ? സോ 7നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 വരും. അങ്ങനെയാണ് എങ്കിൽ ഈ -7 എന്ന് പറയുന്നതിന് -7 എന്ന് പറയാൻ 6ന്റെ പവർ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 6 ഇൻറ്റു -1 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താ? 6 ഇൻറ്റു -1 എന്ന് പറയാൻ -6 പ്ലസ് -1 എന്ന് വരും. സോ അപ്പൊ നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? റിമൈൻഡർ ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റത്തില്ല. അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് 6 ഇൻറ്റു -2 പ്ലസ് 6 ഇൻറ്റു -2 എത്ര വരും? -12 വരും. -12നോടുകൂടി എന്ത് കൂട്ടിയാലും -7 കിട്ടിയ +5 കൂട്ടിയ. സോ റിമൈൻഡർ എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ -5നെ 4 ഇൻറ്റു -1 എന്ന് എഴുതി എന്ത് സംഭവിക്കും? -4 -1 ആണ് എന്ത് വരിക? -5 വരും. അപ്പൊ റിമൈൻഡർ ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരാനായിട്ട് പറ്റത്തില്ല. സോ റിമൈൻഡർ ഒരിക്കലും നെഗറ്റീവ് നമ്പർ ആവത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫൈൻ. അടുത്ത ചോദ്യം, വാട്ട് പെർസെൻറ്റേജ് ഓഫ് 3 മെട്രിക് ടൺ ഇൻ 60 ക്വിന്റൽ? സോ ബേസിക്കലി ഒരു ക്വിന്റൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. അങ്ങനെയാണ് എങ്കിൽ 60 ക്വിന്റൽ എന്ന് പറയുന്നത് 6000 കിലോഗ്രാം വരും. ദെൻ ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 3 മെട്രിക് ടൺ എന്ന് പറയുമ്പോൾ 3000 കിലോഗ്രാം വരും. ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് പെർസെൻറ്റേജ് ഓഫ് 3 മെട്രിക് ടൺ ഇൻ 60 ക്വിന്റൽ? അതായത് 60 ക്വിന്റൽ എന്ന് പറയുന്നത് 3000 ടണ്ണിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? അപ്പൊ എന്തെടുക്കാം? 6000 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 3000 കിലോഗ്രാം പെർസെൻറ്റേജിലായിട്ട് ഇൻറ്റു 100. ഇതിന്റെ 2 ആണ്. സോ 200 ഇത് കിട്ടും. 2 ഇൻറ്റു 100 എന്ത് കിട്ടും? 200% എന്ന് കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. നെക്സ്റ്റ് വൺ, ദ ഫോർത്ത് പ്രൊപ്പോർഷണൽ ഓഫ് 5, 8, 15. ഇങ്ങനെ എഴുതുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് 5:8 ഈക്വൽ ടു 15 സംതിങ്. അതാണ് ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ 5, 8, 15ന്റെ പ്രൊപ്പോർഷണാലിറ്റിയിൽ എഴുതുന്നത്. അതായത് 5/8 ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ എക്സ് എന്നെടുക്കാം. 5നെയും 15നെയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് 3 കിട്ടും. Therefore x is equal to 8 into 3, 24. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, A and B can do a piece of work together in 7 days. A is 3/4 times efficient as B. So same job can be done by A alone is. അതായത് എയും ബിയുടെ ഒരു ജോലി 7 ദിവസം കൊണ്ട് തീർക്കും. എയും ബിയും കൂടി ഒരു ജോലി 7 ദിവസം കൊണ്ട് തീർക്കും. എ എന്ന് പറയുന്നത് ബിയേക്കാൾ 1 and 3/4 ടൈംസ് മോർ എഫിഷ്യന്റ് ആണ്. 1 and 3/4 എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്താൽ 1 into 4 4 plus 3 7/4 ടൈംസ്. അപ്പൊ അതായത് എ എന്ന് പറയുന്നത് ബിയേക്കാൾ 7/4 ടൈംസ് മോർ എഫിഷ്യന്റ് ആണ്. 7/4 ടൈംസ് അസ്തർ ഓഫ് ബി. അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് എയുടെ A into 4/7 ടൈംസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി
രണ്ടുപേരും കൂടെ 7 ദിവസം കൊണ്ട് വർക്ക് തീർക്കുന്നു. അപ്പൊ ടോട്ടൽ വർക്ക് എന്താ? സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എ ചെയ്യുന്ന വർക്ക് പ്ലസ് ബി ചെയ്യുന്ന വർക്ക് ഇൻറ്റു 7 days ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ ബി എ 7 ടീംസിൽ റീപ്ലേസ് ചെയ്താൽ ബി എ 7 ടൈംസിൽ നമ്മൾ റീപ്ലേസ് ചെയ്താൽ ബി എ 7 ടൈംസിൽ നമ്മൾ റീപ്ലേസ് നമുക്ക് എന്ത് എഴുതാം? 4/7 സോറി ബി എ 7 ടൈംസിൽ റീപ്ലേസ് ചെയ്താൽ 4/7 എ പ്ലസ് എ 4/7 എ പ്ലസ് എ ഇൻറ്റു 7 എന്ന് എഴുതാനായിട്ട് പറ്റും. നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടും 7a പ്ലസ് 4a is equal to 11a ഡിവൈഡ് ബൈ 7 ഇൻറ്റു 7 എന്ന് കിട്ടും. സോ 7 7 ക്യാൻസൽ ആയിപ്പോയി. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 11a എന്ന് വരും. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 11a ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ തനിയെ ചെയ്താൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീരും? എ തനിയെ ചെയ്താൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീരും? സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 11a ആണെങ്കിൽ എ തനിയെ ചെയ്യുന്നു. എയുടെ ഒരു ദിവസത്തെ വർക്ക് എ ആണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എക്സ് ആയിട്ട് എടുത്താൽ എയും എയും ക്യാൻസൽ ആയിപ്പോയി. 11 ദിവസം കൊണ്ട് എക്ക് തനിയെ ജോലി തീർക്കാനായിട്ട് പറ്റും. സോ 54ന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആയിരിക്കും. നെക്സ്റ്റ് വൺ, എ ഈസ് 20 മീറ്റർ വെസ്റ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ 20 മീറ്റർ വെസ്റ്റ് ആണ്. സോ ബിയുടെ 20 മീറ്റർ വെസ്റ്റ് ആണ് എ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിത് വരച്ച ദിസ് ഈസ് നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ബിയുടെ 20 മീറ്റർ വെസ്റ്റ് ആണ് എ എന്ന് പറയുന്നത്. സി ഈസ് 30 മീറ്റർ നോർത്ത് ഓഫ് ബി. ബിയുടെ 30 മീറ്റർ നോർത്തിലാണ് ആരിയിരിക്കുന്നത്? സി ഇരിക്കുന്നത്. ഫൈൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത് വന്നിരിക്കുന്നത് ഡി ഈസ് 20 മീറ്റർ ഈസ്റ്റ് ഓഫ് സി. സിയുടെ 10 മീറ്റർ ഈസ്റ്റ് ഓഫ് സി. അതായത് സിയുടെ 10 മീറ്റർ ഈസ്റ്റിലാണ് ആരിയിരിക്കുന്നത്? ഡി ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 10 ആണെങ്കിൽ ഒബിയസ്ലി ഈ ഡിസ്റ്റൻസും 10 വരും. ഇത് 30 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും 30 വരും. അങ്ങനെയാണെങ്കിൽ എയും ഡിയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഇതിപ്പോ എന്ത് കിട്ടി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. ഇത് 30, ഇത് 30, ഇതും 30, ഇതും 30 ആണെങ്കിൽ 30 ആണെങ്കിൽ ബേസിക്കലി ഇത് അപ്പോൾ ഒബിയസ്ലി രണ്ടെണ്ണം ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ 45 ആകും, ഈ ആംഗിൾ 45 ആവും. ഇത് 90 ആവുന്നത് കൊണ്ട് ഓപ്പോസിറ്റ്ലി 90ക്ക് ഓപ്പോസിറ്റ് ആംഗിൾ 30√2 വരും. കാരണം 1:1:√2 റേഷ്യോയിൽ വരുന്നതുകൊണ്ട്. ബട്ട് അതറിയത്തില്ലാത്തവരെ സംബന്ധിച്ച് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ നമ്മൾ എ ബി സി എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? എ സി വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 30 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 900 പ്ലസ് 900 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? സോ 900 സ്ക്വയർ റൂട്ട് ഓഫ് 900 ഇൻറ്റു 2 എന്ന് വരും. 900 എന്ന് പറയുന്നത് എന്താണ്? 30യുടെ സ്ക്വയർ ആണ്. സേഫ് 30√2 എന്ന് കിട്ടും. ഡയറക്റ്റ് ആയിട്ട് 30√2 ഓപ്ഷൻ സിയിലേക്ക് എത്താനായിട്ട് പറ്റും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ദ ആവറേജ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിന്റെ റെസിപ്രോക്കൽ എന്താ? 1/x. വൈയുടെ റെസിപ്രോക്കൽ എന്താ? 1/y. അതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 1/x പ്ലസ് 1/y ഡിവൈഡ് ബൈ 2. ക്രോസ് ചെയ്താൽ y പ്ലസ് എക്സ് ഡിവൈഡ് ബൈ XY ഡിവൈഡ് ബൈ 2. അപ്പൊ എന്ത് കിട്ടും? നത്തിങ് ബട്ട് ഈക്വൽ ടു x പ്ലസ് വൈ ഡിവൈഡ് ബൈ 2xy. x പ്ലസ് വൈ ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ ഡിവൈഡ് ബൈ 2xy. അതായത് ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മിസ്റ്റർ എക്സ് ഈസ് ഫേസിംഗ് ദ ഈസ്റ്റ്. സോ എക്സ് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുവാണ്. ഹി ടേൺസ് 110 ആംഗിൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 110 ഡിഗ്രി. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഇവിടെ വരും. വീണ്ടും ഒരു 20 ഡിഗ്രി കൂടെ. സോ 20 ഡിഗ്രിയുടെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി. ദെൻ ഹി ടേൺസ് 155 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്, നേരെ തിരിച്ച്. ഇത് 110 ഉണ്ട്. അപ്പൊ 110 ഡിഗ്രി നേരെ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇപ്പോൾ 110. 155 എത്താൻ വീണ്ടും 45 കൂടി. ഇതൊരു 45 ഡിഗ്രി. സോ ഇവിടെയായിരിക്കും പോയിന്റ് ചെയ്യാൻ. സോ ഇത് ഈസ്റ്റേൺ ഡയറക്ഷൻ, ഇത് നോർത്തേൺ ഡയറക്ഷൻ. നോർത്തേൺ ഡയറക്ഷനും ഈസ്റ്റേൺ ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. അപ്പൊ അതിന്റെ മിഡ് ആയിട്ടാണ് എത്ര വരിക? 45 ഡിഗ്രി വരിക. സോ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, if 30 minus 10 is 300. 30 minus 10 is 300. That means minus എന്ന് പറയുന്നത് എന്താണ്? 30 into 10. അപ്പോൾ മൈനസ് ഈക്വൽ ടു ഇൻറ്റു ആണെന്ന് മനസ്സിലായി. 7 divided by 4 is 11. That means 7 plus 4 is 11. Therefore divided എന്ന് പറയുന്നത് പ്ലസ് ആണെന്ന് മനസ്സിലായി. 9 into 3 is 6. That means 9 minus 3. അപ്പോൾ ഇൻറ്റു എന്ന് പറയുന്നത് മൈനസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 50 മൈനസ് 20. മൈനസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു ആണ്. 50 ഇൻറ്റു 20. ഇൻറ്റു എന്ന് പറയുന്ന മൈനസ് ആണ്. Therefore 20 മൈനസ് 100. ദെൻ ഡിവിഷൻ എന്ന് പറയുന്ന പ്ലസ് ആണ്. ഡിവിഷൻ എന്ന് പറയുന്ന പ്ലസ് ആണ്. ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ.
ഡിവിഷൻ ഇല്ലാത്തതുകൊണ്ട് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 50 ഇൻറ്റു 20 എന്ന് പറയുമ്പം 1000 എന്ന് കിട്ടും. -100 + 10. അടുത്ത അഡീഷൻ ചെയ്താൽ -100 + 10 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. അപ്പൊ 1000 - 90 എന്ന് പറയുമ്പോൾ 910. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇഫ് സമ്മർ ഈസ് കോൾഡ് ആസ് റണ്ണർ. സമ്മർ ഈസ് കോൾഡ് ആസ് റണ്ണർ. സോ ഇക്ക് ഇ, ആറിന് 6, യുവിന് യു, m+1 n, m+1 n, എസ് എന്ന് പറയുന്നത് എന്താ? RS ആണ്. അപ്പോൾ ഒരു ലെറ്റർ പുറകോട്ട് പോയി. സോ -1 0 +1 +1 0 0. ഇതാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിന്റർ എന്ന് പറയുന്നത് എന്ത് വരും? വിന്റർ. ഫസ്റ്റ് വണ്ണിന് മൈനസ് പുറകോട്ട് പോകണം. W ഒരു ലിറ്റർ പുറകോട്ട് പോയാൽ B കിട്ടും. രണ്ടാമത്തെ ലെറ്ററിന്റെ ചേഞ്ച് ഒന്നുമില്ല. സോ അതേ ലെറ്റർ തന്നെ I. മൂന്നാമത്തെ ലെറ്റർ +1 MNO. അടുത്ത ലെറ്ററിന് +1 TU. അടുത്ത രണ്ട് ലെറ്റർ അതേപടി ER. സോ VIO UER. ഇത് ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ബൈ ലുക്കിംഗ് എ മിറർ ഇറ്റ് അപ്പിയേഴ്സ് quarter to 8. വാട്ട് ഈസ് ആക്ച്വൽ ടൈം? quarter to 8 എന്ന് പറഞ്ഞാൽ 8 ആകാൻ 15 മിനിറ്റ് കുറവുണ്ട്. സോ സമയം എന്ന് പറയുന്നത് 7:45 അതായത് മിററിൽ കാണുന്നത്. അപ്പൊ ആക്ച്വൽ ടൈം എന്ത്? സോ ബേസിക്കലി ആക്ച്വൽ ടൈം പ്ലസ് മിറർ ഇമേജ് എന്ന് പറയുന്നത് 12 ആണ്. സോ നമുക്ക് മിറർ ഇമേജ് തന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ടൈം കണ്ടുപിടിക്കാൻ 12ൽ നിന്ന് 7:45 കുറയ്ക്കാം. 12ൽ നിന്ന് 8 കുറച്ചാൽ 4 മണിക്കൂർ കിട്ടും. പിന്നീട് 15 മിനിറ്റ് കൂടെ. അപ്പൊ 4:15 ആയിരിക്കും ആക്ച്വൽ ടൈം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടി മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.